അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലക്കൽ മുത്തനത്തിഊൻ ഖാലഹ സലാസൻ. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അമിതത്വം കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു എന്ന്. ഇത് 3 തവണ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞു. മുത്തനത്തിഊൻ നശിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സംസാരത്തിലോ പ്രവൃത്തിയിലോ അനാവശ്യമായി ആഴങ്ങളിലേക്ക് പോകുന്നവർ, മതപരമായ കാര്യങ്ങളിൽ കടും പിടുത്തം കാണിക്കുന്നവർ, ഒട്ടും മിതത്വം പാലിക്കാത്തവർ, ഇതൊക്കെയാണ് മുത്തനത്തിഊൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു എളുപ്പമാക്കി കൊടുത്ത ദീനിനെ സ്വയം കടുപ്പമുള്ളതാക്കി മാറ്റുകയും അള്ളാഹു പറഞ്ഞ ആരാധനകൾ പറഞ്ഞതുപോലെ നിർവഹിക്കാതെ അതിൽ അമിതത്വം കാണിക്കുകയും അനാവശ്യമായി ഒരു പ്രയോജനവുമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും വാക്കുകളിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ആളുകളെ തൻ്റെ വശത്തേക്കാക്കാൻ വേണ്ടി, ആളുകളെ ആകർഷിക്കാനോ സ്വാധീനിക്കാനോ വേണ്ടി വാക്കുകളിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യുക. അതുപോലെ ഒട്ടും ആവശ്യമില്ലാത്ത എന്തെല്ലാമോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഒരിക്കലും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നിരിക്കെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലാം എത്ര മനോഹരമായാണോ നമ്മുടെ മുന്നിൽ പൂർത്തീകരിക്കപ്പെട്ടത്, അതിനെ അതുപോലെ സ്വീകരിക്കാതെ അതിൽ അതിര് കടക്കുക, ഇതെല്ലാം മുത്തനത്തിഊൻ എന്ന വിഭാഗത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവർക്ക് വിജയമല്ല നാശമാണുണ്ടാവുക എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാലഹ സലാസൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് 3 തവണ ആവർത്തിച്ചു എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് ആവർത്തനം വന്നു എന്നതിൻ്റെ ഉത്തരം അത്രമേൽ ഗൗരവമാണ് ഈ വിഷയം എന്നതാണ്. അമിതത്വം കാണിക്കുമ്പോൾ ആ വ്യക്തി മാത്രമല്ല നശിക്കുന്നത്, സമൂഹത്തെ തന്നെ അത് ബാധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ, അധികമാകാതെയും കുറവാകാതെയും ജീവിക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. അനാവശ്യമായ കാർക്കശ്യവും തീവ്രതയും ആര് പുലർത്തുന്നുവോ ആ വ്യക്തി നശിക്കുകയും അത്തരം വ്യക്തികൾ വർദ്ധിച്ചാൽ അത് സമൂഹത്തിൻ്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ഇസ്ലാം എപ്പോഴും മിതത്വത്തിൻ്റെ വഴിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ആരാധനാ കാര്യങ്ങളിലും ജീവിതശൈലിയിലും പെരുമാറ്റങ്ങളിലുമൊക്കെ അനാവശ്യമായ കാർക്കശ്യം കാണിക്കുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് എതിരാണ്. അങ്ങനെ കാണിക്കുന്നവർ ആരാണെങ്കിലും അള്ളാഹു എളുപ്പമാക്കിയ ദീനിനെ കഠിനമാക്കി മാറ്റിയവരാണ്. അത്തരം ആളുകൾക്ക് നാശമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അത്തരം ആളുകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ.